പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന NXT എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് NXT എപ്പിസോഡിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ചാണ്. USA നെറ്റ്വർക്കിൽ നിന്ന് അമേരിക്കയിൽ CW നെറ്റ്വർക്ക് എന്ന് പറയുന്ന പുതിയ ചാനലിലേക്ക് പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ NXT എപ്പിസോഡാണ് ഇന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ NXT പുതിയ നെറ്റ്വർക്കിലേക്ക് മാറുമ്പോൾ പുതിയ ചാമ്പ്യൻഷിപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. NXT ചാമ്പ്യൻഷിപ്പും NXTയുടെ വുമൻസ് ചാമ്പ്യൻഷിപ്പുമാണ് പുതിയ ഡിസൈനിലൂടെ WWE ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഷോൺ മൈക്കിൾസിൻ്റെയും ട്രിപ്പിൾ എച്ചിൻ്റെയും ഒരു സെഗ്മെൻറ്റ് കാണിച്ചുകൊണ്ടാണ് NXT വീക്ക്ലി എപ്പിസോഡ് ആരംഭിക്കുന്നത്. ആദ്യ മത്സരത്തിൽ NXTയുടെ വുമൻസ് ചാമ്പ്യനായ റോക്സിനി പെരസ് ജൂലിയായ് എന്ന പുതുമുഖ റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. വളരെ ഹൈപ്പ് കൊടുത്തു കൊണ്ടുവന്ന മത്സരം, ഹൈപ്പിനൊത്ത ഒരു കാഴ്ച വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പെർഫോമൻസ് വൈസ് നല്ല രസമായിരുന്നു മത്സരം കാണാൻ. മത്സരത്തിൻ്റെ ഒരു എൻഡിങ് നോക്കുകയാണെങ്കിൽ കോറ ജേഡ് എന്ന താരത്തിൻ്റെ തിരിച്ചുവരവും കോറ ജേഡ് ജൂലിയയെ ആക്രമിക്കുന്നു. ഈ അവസരത്തിലാണ് റോക്സിനി പെരസ് മത്സരത്തിൽ വിജയിക്കുന്നത്. അപ്പോൾ റോക്സിനി പെരസും കോറ ജേഡും മുൻപ് ടാഗ് ടീമായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ടാഗ് ടീം അടിച്ചു പിരിഞ്ഞതാണ്. അതിൻ്റെ ഒരു റീയൂണിയൻ ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റും NXTയുടെ എപ്പിസോഡിൽ തന്നെ കാണിക്കുകയുണ്ടായി. കൂടാതെ മെയിൻ ഇവൻറ്റിൽ NXT ചാമ്പ്യൻഷിപ്പ് നിലവിലെ ചാമ്പ്യനായ ഏതൻ പേജ് എന്ന് പറയുന്ന റെസ്ലർ ട്രിക് വില്യംസിനെതിരെയാണ് ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ സ്പെഷ്യൽ ഗസ്റ്റ് റഫറിയായി മെയിൻ റോസ്റ്ററിൽ നിന്ന് CM പങ്ക് വന്നിട്ടുണ്ടായിരുന്നു. CM പങ്കിൻ്റെ ഹോം ടൗൺ ആയ ഷിക്കാഗോയിൽ വെച്ചിട്ടായിരുന്നു NXTയുടെ എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത്. പെർഫോമൻസ് സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആദ്യ NXT വീക്ക്ലി എപ്പിസോഡ് എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഈ ഒരു NXTക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഷിക്കാഗോയിൽ വെച്ച് നടന്ന ഈ ഒരു NXTയുടെ ചാമ്പ്യൻഷിപ്പ്, ഈ NXT ചാമ്പ്യൻഷിപ്പ് കൺട്രോൾ ചെയ്യാൻ വന്ന CM പങ്കിൻ്റെ രംഗങ്ങളൊക്കെ വളരെ കിടിലനായിരുന്നു. കൂടാതെ തന്നെ മത്സരത്തിൻ്റെ എൻഡിങ് അങ്ങനെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു മാസ് എൻഡിങ് ഒന്നും ആയിരുന്നില്ല. മത്സരത്തിൽ ഏതൻ പേജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ട്രിക് വില്യംസ് പുതിയ ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഏതൻ പേജ് CM പങ്കിനോട് ചൂടാക്കുന്നുണ്ട്. CM പങ്ക് അപ്പോൾ തന്നെ ഏതൻ പേജിനെ എടുത്ത് ഒരു GTSും കൊടുത്ത് അങ്ങനെ NXT എപ്പിസോഡ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും കൂടി കാണിച്ച് അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ ലാസ്റ്റ് മോൺസ്റ്റർ സ്റ്റാൻഡിംഗ് മത്സരത്തെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ച ഒരു ബാക്ക് സ്റ്റേജ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വാർത്ത പങ്കുവെക്കുന്നത് റസ്ലി വേർഡ്സ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിലാണ്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ, ഈ ലാസ്റ്റ് മോൺസ്റ്റർ സ്റ്റാൻഡിംഗ് മത്സരത്തിലെ ഈ രണ്ട് റെസ്ലേഴ്സിൻ്റെ പ്രകടനം അത് ഒഫീഷ്യൽസിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പല മൊമെൻറ്റ്സും അവർ പ്രതീക്ഷിച്ച ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു നിരാശപ്പെടുത്തലും ഈ ഒഫീഷ്യൽസിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരുടെ പെർഫോമൻസ് എല്ലാം ഇവർ നല്ല രീതിയിൽ കാണികൾ കൈയടിക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ വലിയ വ്യൂവർഷിപ്പ് കിട്ടുമെന്നും കരുതി ചെയ്ത പല മൊമെൻറ്റ്സും, പ്രത്യേകിച്ച് ആ റിങ്ങൊക്കെ കൊളാപ്സ് ആകുന്ന, റിങ്ങൊക്കെ പൊളിയുന്ന, ബ്രേക്ക് ആകുന്ന ആ ഒരു മൊമെൻറ്റ്സൊക്കെ അതൊന്നും പ്രതീക്ഷിച്ച ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതും അത് അവരെ നല്ല രീതിയിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, ബ്രോൺ സ്ട്രോമൻ വളരെ സ്ലോ ആയിട്ടാണ് മത്സരത്തിൻ്റെ തുടക്കം മുതലേ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രോൺ സ്ട്രോമൻ്റെ കാലിന് ഇഞ്ചുറി പറ്റി എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു പോയിന്റ് കൃത്യമായി എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ ബ്രോൺ സ്ട്രോമൻ സ്ലോ ആയതോടുകൂടി ബ്രോൺസൺ റീഡും സ്ലോ ആയിട്ടുണ്ട്. ആ സ്ലോ ആകൽ ഈ മത്സരത്തിൻ്റെ ഫ്ലോയെ ബാധിച്ചിട്ടുണ്ട്. ആ ഫ്ലോ കുറഞ്ഞപ്പോൾ പല മൊമെൻറ്റ്സും കൃത്യമായി അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഒരുപക്ഷെ കാണികളുടെ ഒരു വമ്പൻ സപ്പോർട്ട് ഈ മത്സരത്തിന് ലഭിച്ചത് അത് മത്സരം ഒന്നും കൂടി മെച്ചമായി എന്ന് നമുക്ക് തോന്നുന്നതിൽ ഒരു പോയിന്റാണ്. എന്തായാലും സൂപ്പർ താരമായ സെത്ത് റോളിൻസിൻ്റെ ഒരു തിരിച്ചുവരവും കൂടി കാണിച്ചുകൊണ്ടാണ് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡ് അവസാനിച്ചത്. എന്തായാലും കിടിലൻ സ്റ്റോറിയുമായി റോ അടുത്ത ആഴ്ചയും വരും. മൂന്നാമത്തെ അപ്ഡേറ്റ്, കോഡി റോഡ്സ് എന്ന നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനും റോമൻ റീൻസ് എന്ന സൂപ്പർ താരവും കൂടി 2 ആഴ്ചകൾക്ക് മുൻപ് സ്മാക്ഡൗണിൽ പുറത്തേക്ക് വിട്ട ഒരു വീഡിയോ ഫുട്ടേജിനെ സംബന്ധിച്ചാണ്. ഒരു അമേരിക്കൻ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ റോമൻ റീൻസും കോഡി റോഡ്സും ഫേസ് ടു ഫേസ് വരുന്നതും അവർക്ക് തമ്മിലുള്ള ചെറിയൊരു ഡിസ്കഷൻ നടക്കുന്നതും ടാഗ് ടീം മത്സരത്തിൽ കോഡി റോഡ്സിന് റോമൻ റീൻസിനെ ചതിക്കില്ല എന്നുള്ളൊരു വാക്ക്, അതാണ് ആവശ്യം എന്നുള്ളതൊക്കെ ചോദിച്ചു വാങ്ങുന്നതും ഒക്കെ ആയിട്ടാണ് നമുക്ക് ആ ഒരു സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചത്. ഈ സെഗ്മെൻറ്റിന് വലിയ രീതിയിലുള്ള ഒരു പ്രശംസ റെസ്ലിംഗ് ലോകത്തു നിന്നും റെസ്ലിംഗ് ലോകത്തിൻ്റെ പുറത്തു നിന്നും ലഭിച്ചു. ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ഷൂട്ട് ചെയ്തത് കൊണ്ട് തന്നെ WWE നിന്ന് ഒരു വ്യത്യസ്തമാർന്ന ഒരു ബാക്ക് സ്റ്റേജ് വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഫുട്ടേജ് ലഭിച്ചു എന്നുള്ളൊരു രീതിയിലാണ് ഇത് വളരെ വൈറലായിട്ടുള്ള ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയത്. എന്തായാലും അതിലെ ഒരു സീക്രട്ട് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച പോൾ ഹേമൻ, ജെർമി ബോർഷ് തുടങ്ങിയവർക്കാണ് കൊടുക്കേണ്ടത് എന്നും അവരാണ് ഇത് ഫുൾ സെറ്റ് ചെയ്തത് എന്നുള്ളതും കോഡി പറയുന്നുണ്ട്. കൂടാതെ റോമൻ റീൻസും
താനും ഫേസ് ടു ഫേസ് വന്ന് നിൽക്കുമ്പോൾ റോമൻ റെയിൻസ് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് തനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ഭാഗം മാത്രമാണ്, താൻ എന്താണ് പറയേണ്ടത് എന്നുള്ളത് മാത്രമാണ് അവർ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറിച്ച് റോമൻ റെയിൻസ് എന്താണ് അതിന് മറുപടി നൽകാൻ പോകുന്നത് എന്നുള്ളത് അവർ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് റിയലായിട്ട് ഷൂട്ട് ചെയ്തത് തന്നെയാണ്. അപ്പോൾ മറ്റൊരാളുടെ ഒരു ഓപ്പോസിറ്റിൽ നിന്നുള്ള വാക്കുകൾ അറിയാതെയാണ് ഞങ്ങൾ പരസ്പരം പെരുമാറിയത്, അതായത് സംസാരിച്ചത്. അപ്പോൾ റോമൻ റെയിൻസിന് അറിയില്ല കോഡി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അത് അവർ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തത് കൊണ്ടാണ് അതിനൊരു ഒറിജിനാലിറ്റി കിട്ടിയത്, അല്ലെങ്കിൽ അത് ഇത്രയും ആളുകൾ ശ്രദ്ധിക്കാനുള്ള കാരണമായത് ഈ ഒരു ഘടകം കൂടി ഉള്ളത് കൊണ്ടാണെന്നും കോഡി വിശ്വസിക്കുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ വെച്ചിട്ടാണ് ഈ ഒരു സീക്രട്ട് കൂടി കോഡി വെളിപ്പെടുത്തിയത്. പ്രസന്നമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ്. റോമൻ റെയിൻസിൻ്റെ റോയൽ റംബിൾ 2025 പ്ലാൻ എന്ത് എന്നുള്ളത് റസൽ വേർഡ്സ് നിലവിലൊരു അഭിപ്രായം പോലെ, ഒരു റൂമർ പോലെ, ഒരു ജസ്റ്റ് ഒരു ന്യൂസ് പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. റസൽ വേർഡ്സിൻ്റെ Q&A എപ്പിസോഡിൽ നിന്നാണ് നമുക്കിത് അറിയാൻ സാധിക്കുന്നത്. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ റോയൽ റംബിൾ 2025 മെൻസ് റോയൽ റംബിൾ മത്സരത്തിലായിരിക്കും ഈ വർഷം റോമൻ റെയിൻസിൻ്റെ മത്സരം നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് 2020 അവസാനമായി മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ റോമൻ റെയിൻസ് പങ്കെടുത്തത്. അവിടെ നിന്ന് പിന്നീട് 2021 22 23 ഒക്കെ റോമൻ റെയിൻസിൻ്റെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 4 വർഷങ്ങൾക്ക് ശേഷമാണ് റോമൻ റെയിൻസ് തിരികെ ഈ ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത റോയൽ റംബിൾ മത്സരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ഈ ഒരു റിട്ടേൺ റോമൻ റെയിൻസ് റോയൽ റംബിൾ വിജയിക്കുന്നതിന് ഒരു കാരണമായേക്കാം. അതായത് കുറേയധികം വർഷങ്ങൾക്ക് ശേഷം മെൻസ് റോയൽ റംബിളിൽ പങ്കെടുക്കാൻ പോകുന്നു. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ വിജയസാധ്യത വളരെ കൂടുതലാണ്. അത് കൂടാതെ തന്നെ റോമൻ റെയിൻസിനെ കൂടാതെ മറ്റ് സൂപ്പർ താരങ്ങളും ഈ ഒരു റോയൽ റംബിളിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് സെത്ത് റോളിൻസ്, റാൻഡി ഓർട്ടൺ, CM പങ്ക്, ജോൺസിന, ചിലപ്പോൾ റോക്കിൻ്റെ റിട്ടേൺ വരെ നമുക്ക് ഈ ഒരു റോയൽ റംബിളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ കുറേയധികം താരങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു റോയൽ റംബിളിൽ റോമൻ റെയിൻസിൻ്റെ പ്ലാൻ മെൻസ് റോയൽ റംബിളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ റോമൻ റെയിൻസ് മെൻസ് റോയൽ റംബിളിൽ 2025 പങ്കെടുക്കുമ്പോൾ വിജയസാധ്യത എങ്ങനെയാണ്? അതുപോലെ തന്നെ റോമൻ റെയിൻസ് വിജയിച്ചില്ലെങ്കിൽ ഏത് താരമാണ് വിജയിക്കാൻ സാധ്യത? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.